ചിലവർ കഴിക്കാൻ വേണ്ടി ജനിക്കുന്നവരുണ്ട്. ചമ്മന്തിയുടെ കുറവുണ്ട്. ചേട്ടാ ഒരു പപ്പട പൊടി തന്നെ, കുറച്ചിനും കടലച്ചാറ് തരുമോ? ഓംലേറ്റ് കട്ട വെയിറ്റിങ്. കടലച്ചാറും ചമ്മന്തി കൂടെ ചേർന്നപ്പോഴേ അതിന് വേറെ രുചി. പിന്നെ നല്ല സോഫ്റ്റ് ദോശയും കലക്കി. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. കേട്ടിരിക്കുന്ന ഐറ്റം കണ്ടോ? പപ്പട പോളി ആവും കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാണ്. ഈ കടുങ്കാപ്പി, ജോൺസൺ മാഷിൻ്റെ പാട്ട്, മഴ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ കഴിക്കണം എവിടെ വരണമെന്നറിയാമോ? പത്തനാപുരത്തുള്ള പിടവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വരണം. ഞാൻ പിടവൂരുള്ള നിതീഷ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പപ്പട പൊളി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഒരിക്കലുമല്ല. പഴമയെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. കാര്യം ഈ വിൻറ്റേജ് വാഹനങ്ങൾ, വിൻറ്റേജ് ഐറ്റംസൊക്കെ ലക്ഷങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നവരുണ്ട്. ന്യൂ ജനറേഷനും പഴമയെ ഒരുപാട് ഇഷ്ടമാണ്. അതിന് ഉദാഹരണമാണല്ലോ ഇപ്പോൾ റിലീസായി സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച തുടരും എന്ന സിനിമ. അതിൻ്റെ കമൻറ്റ് എന്താണ്? വിൻറ്റേജ് മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്നാണ്. അപ്പോൾ ഒരു വിൻറ്റേജിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ നിതീഷ് ഹോട്ടലിൽ അങ്ങനെ ഒരു വിൻറ്റേജിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയണ്ടേ? ഇതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജൻ ചേട്ടന് ഇന്ദിര ചേച്ചിയാണ്. ഇവരുടെ കയ്യിലേക്ക് വന്നിട്ട് ഏകദേശം 10-35 വർഷമായെന്ന് അവർ പറയുന്നു. പക്ഷേ ഈ കടയുടെ പാരമ്പര്യം അവർക്ക് അറിയത്തില്ല. ഏകദേശം 100 വർഷമെങ്കിലും കഴിഞ്ഞ് കാണുമെന്നാണ് പറയുന്നത്. അതായത് രാജൻ ചേട്ടൻ്റെ അച്ഛനും അമ്മയുടെ നടത്തി തുടങ്ങിയിട്ടിരിക്കുമ്പം 100 വർഷത്തോളമായി. അപ്പോൾ 100 വർഷമായിട്ട് ഒരു ചായക്കട ഗ്രാമത്തിൽ പണ്ടത്തെ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബിൽഡിംഗ് ഒക്കെ പുതിയതാണ്. ഇവിടെയൊക്കെ ചെറിയ അഴിച്ചുപണി സെറ്റപ്പുകളൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് വീടിനടുത്ത് ഓലപ്പുരയിലായിരുന്നു, അതിന് ശേഷമാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ 100 വർഷം പഴക്കമുള്ള ഈ കടയിലെ വളരെ വലിയ വെറൈറ്റികളുണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ വളരെ സ്വാദിഷ്ടമായ കുറച്ച് ഐറ്റംസ് നമുക്കൊന്ന് കാണാം, കഴിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ നിതീഷ് ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരാണ് രാജൻ ചേട്ടനും ഇന്നലെ അമ്മയും. ഏകദേശം രാജൻ ചേട്ടൻ്റെ അച്ഛനമ്മമാരെ നടത്തിക്കൊണ്ട് 100 വർഷം പഴക്കമുള്ള ഈ കട ഇപ്പോൾ രാജൻ ചേട്ടൻ ഏറ്റെടുത്തിട്ടുണ്ടായത് 35-36 വർഷമായി. പക്ഷേ പഴയ രുചി അതേപോലെ ഇന്നും കൊടുക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കടകളും റെസ്റ്റോറൻറ്റുകളൊക്കെ കാണുമ്പോൾ അറിയാം, ഓരോ ദിവസങ്ങളും പുതിയ പുതിയ വെറൈറ്റി ഫുഡുകൾ തയ്യാറാക്കി ആൾക്കാരെ ആകർഷിപ്പിച്ച് കൂടുതൽ കച്ചവടം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ട്രെൻഡുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ചിക്കൻ ബോട്ടം തിരിച്ചത്, തലേന്നത്തെ ബീഫ് വരട്ടിയത്, ഇന്നലത്തെ മുട്ടക്കറി, അങ്ങനെ പല പല ഐറ്റങ്ങൾ ചെയ്യും കച്ചവടം കൂട്ടാനും. അത് നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അന്ന് കൊടുത്ത ഐറ്റംസ് തന്നെ ഇപ്പോഴും പുതിയ ഫുഡ് ഐറ്റംസുകളിലേക്ക് ഒന്നും ഇവർ തരുന്നില്ല. ദോശ, ചമ്മന്തി, കടലക്കറി, മുട്ടക്കറി, ഓംലെറ്റ്, ചായ. അത് ഏകദേശം രാവിലെ തുടങ്ങി ഒരു 10-11 മണിയാകുമ്പോഴത്തേന് തീരും. പിന്നെ ഉള്ളത് കേക്ക്, പഴംപൊരി, നേരത്തെ കാണിച്ച പപ്പട പൂളി, ചായ, അത് വൈകുന്നേരം വരെയുണ്ട്. ഇതിന് സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കാൻ ആൾക്കാരുണ്ട്, പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ എനിക്കൊരു 2 ദോശ, ഒരു ഇച്ചിരി കടലക്കറി, ഒരു ഓംലെറ്റ്, പിന്നെ ഒരു പപ്പട പൂളി.
അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ, കടലക്കറി, ഓംലെറ്റ്, പിന്നെ ചമ്മന്തി, ചായ. അപ്പം ഇച്ചിരി ചമ്മന്തി ഒഴിക്കാം. ഈ ചമ്മന്തി കടലക്കറിയും കൂടെ ചേരുമ്പോഴേ അതിന് വേറെ ടേസ്റ്റുണ്ട്. കടലച്ചാറും ചമ്മന്തിയും കൂടെ ചേർത്ത് എന്താ പറയുക, നല്ലൊരു. ഞാൻ സ്ഥിരം കാണിക്കുന്ന ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ എൻ്റെ മുഖത്തെ ഈ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഈ കഴിക്കുന്നതിന് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. കടലച്ചാറും ചമ്മന്തി കൂടെ ചേർന്നപ്പോഴേ അതിന് വേറെ രുചി. പിന്നെ നല്ല സോഫ്റ്റ് ദോശ. ദോശ എടുത്ത് ഇച്ചിരി ഓംലെറ്റും ചേർത്ത് ഗ്രേവിയിൽ മുക്കി ഈ ഭക്ഷണത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിലവർ പറയുന്നൊരു വാക്കുണ്ട്, വിശപ്പിന് എന്തെങ്കിലും കഴിക്കണം. ചിലർ പറയും വയറ് നിറച്ചെന്തെങ്കിലും കഴിക്കണം. ചിലവർ കഴിക്കാൻ വേണ്ടി ജനിക്കുന്നവരുണ്ട്. പണ്ട് എന്നെ അങ്ങനെ ചിലർ കളിയാക്കിയിട്ടുണ്ടോ, അത് പോട്ടെ. പക്ഷെ ശരിക്കും എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കുക മാത്രമല്ല, വിശപ്പ് മാറാൻ വേണ്ടി മാത്രം കഴിക്കില്ല. ഈ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു ചായ കുടിച്ചാൽ ആ ചായ നമുക്ക് സംതൃപ്തി വരുമ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൂഡ് മാറും, നമ്മുടെ മുഖത്ത് നന്നായിട്ട് പ്രതിഫലിക്കും. അതുപോലെ തന്നെയാണിത്. കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാകും, കാര്യം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഈ സ്ഥിരം ദോശയും ചമ്മന്തിയും കടലക്കറിയും മുട്ട ഓംലെറ്റും ചായയും കൊണ്ട് മാത്രം ഈ കട ഇപ്പോഴും ഇതേപോലെ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്നത് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. രാവിലത്തെ ഭക്ഷണം ഇച്ചിരി ലഘുവായിട്ട് കഴിക്കണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ കഴിക്കുന്നതിനും നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ നിസ്സാരം. എനിക്കറിയാം, അല്ല പിന്നെ ആ ഒരു എന്താ പറയാ, നീ ഒന്നും പണയണ്ട, വാക്കുകൾ കിട്ടുന്നില്ല. ആ ഒരു ഇത് വേണം, ആ ഒരിത് ഇതിലുണ്ട്. ചമ്മന്തിയുടെ കുറവുണ്ട്. ഒരു കാര്യം മിസ്സാക്കി. രാജേട്ടാ ഒരു പപ്പട പൊടി വന്നേ, എൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇതേ വലിയ കല്യാണ പപ്പടോ. സാർ ഈ ഒരു ഐറ്റം എല്ലാ കടകളിലും കിട്ടത്തില്ല. ഒരു 50 കട എടുത്താൽ 5 കടകളിലെ പപ്പട പൊടി കിട്ടത്തുള്ളൂ. കലക്കി. നിങ്ങൾ വരുമ്പോഴും ഇങ്ങനെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പം ചായ കുടിക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പപ്പട പൊടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത്. പക്ഷെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിന് വേറൊരു ടേസ്റ്റ്. ഇനി എൻ്റെ സ്ഥിരമായിട്ട് കാണിക്കാം. പത്തനാപുരത്തുനിന്ന് കുന്നിക്കോടേക്ക് പോകുന്ന വഴിക്ക് പിടവൂർ എന്ന് പറയുന്ന ഗ്രാമം, ആ പിടവൂർ ജംഗ്ഷനിൽ തന്നെയാണ് പ്രതീഷ് ഹോട്ടൽ. ഇതുവഴി പോകുമ്പോൾ രാവിലത്തെ ഭക്ഷണം ഇവിടെ നിന്നാക്കാൻ ഒന്ന് ശ്രമിക്കണേ. വേറൊന്നും കൊണ്ടല്ല, ഞാനീ കഴിക്കുന്ന രുചി നിങ്ങൾക്കും കിട്ടും. ഒരിച്ചിരി കടലച്ചാറ് തരുമോ? ഓംലെറ്റ് കട്ട വെയിറ്റിംഗ്. പൊതുവെ എനിക്ക് ആഹാരം കഴിക്കുന്നതിന് ഗ്രേവി കൂടുതൽ വേണം, അതുകൊണ്ടാണ്. പക്ഷെ എത്ര വേണേലും ഇവിടെ ചോദിച്ചാൽ തരും.
ഈ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? നാട്ടിലുള്ള ചായക്കടകളിൽ പോകുമ്പോൾ ഈ സൗണ്ട് കേൾക്കണമെങ്കിൽ ഒരു സാധനം വേണം. എന്താണ്? ഈ ബെഞ്ചും ഡെസ്കും. പഴമയെയും പുതുമയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്ന് ആഹാരം കഴിക്കാൻ മറക്കരുത്. നിതീഷ് ഹോട്ടൽ പിടവൂര് വന്നു കഴിഞ്ഞുള്ള ഗുണം എന്താ അറിയുമോ? നല്ല രുചിയോടെ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റും. ഉറപ്പാണ്. വരില്ലേ? വരും, എനിക്കറിയാം. അല്ല പിന്നെ നിങ്ങൾ വരാതിരിക്കുമോ? പ്രത്യേകിച്ച് റൊണാൾഡോ പറയുമ്പോൾ.